തമിഴ്നാട്ടിൽ നിന്നും വീട്ടുവേലയ്ക്കെത്തിച്ച 7 വയസ്സുകാരി ധനലക്ഷ്മി അശോകപുരത്ത് ക്രൂരപീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ട് മൂവാറ്റുപുഴ പോക്സോ കോടതി. സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് പ്രതികളെ വെറുതെ വിടുന്നതെന്ന് കോടതി പറഞ്ഞു. 2011 ഫെബ്രുവരി 24-നാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും വീട്ടുവേലയ്ക്കെത്തിച്ച 7 വയസ്സുകാരി ധനലക്ഷ്മി അശോകപുരത്ത് ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. മൂവാറ്റുപുഴ പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത്. 1-ാം പ്രതി സിന്ധു നായർ, ഭർത്താവ് അഡ്വക്കേറ്റ് ജോസ് കുര്യൻ, കുട്ടിയെ ജോലിക്കെത്തിച്ച ഏജന്റ് നാഗപ്പൻ എന്നിവരെയാണ് കോടതി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയച്ചത്. 2011 ഫെബ്രുവരി 24-നാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. ശരീരമാകെ മുറിവും ചതവും പൊള്ളലുമേറ്റ കുട്ടി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേസിൽ 1-ാം പ്രതി അശോകപുരം അനന്താശ്രമം വീട്ടിൽ സിന്ധു നായർ, ഭർത്താവ് അഡ്വക്കേറ്റ് ജോസ് കുര്യൻ, കുട്ടിയെ ജോലിക്കെത്തിച്ച ഏജന്റ് കടലൂർ കടുപ്പാക്കുറിച്ചി സ്വദേശി നാഗപ്പൻ എന്നിവരാണ് പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നത്. മറ്റൊരു ഏജന്റായിരുന്ന ചേരാനെല്ലൂർ വലിയ വീട്ടിൽ ഷൈല നാസറിനെ കുറ്റക്കാരിയല്ലെന്ന് കണ്ട് സെഷൻസ് കോടതി നേരത്തെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. 2011 ഫെബ്രുവരി 24-നാണ് കേരളത്തെ നടുക്കിയ കുട്ടിയുടെ മരണം നടന്നത്. ശരീരമാകെ മുറിവും ചതവും പൊള്ളലുമേറ്റ കുട്ടി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മരണപ്പെടുന്നതിനും 2 ദിവസം മുൻപാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3-ാം പ്രതി നാഗപ്പന്റെ ഭാര്യാ സഹോദരിയുടെ മകളാണ് മരിച്ച കുട്ടി. ആലുവയിലെ ഏജന്റ് ഷൈല മുഖേനയാണ് കുട്ടിയെ സിന്ധു നായരുടെ വീട്ടിലെത്തിച്ചത്. സംരക്ഷിക്കാമെന്ന പ്രതികളുടെ വാക്ക് വിശ്വസിച്ചും പണം വാങ്ങിയുമാണ് കുട്ടിയെ മാതാപിതാക്കൾ വിട്ടു നൽകിയത്. എന്നാൽ കുട്ടിയെ വീട്ടിൽ അടിമവേല ചെയ്യിപ്പിക്കുകയായിരുന്നു. ജോലിഭാരത്താൽ അവശയായപ്പോഴെല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു. തിളച്ച വെള്ളം ദേഹത്തൊഴിച്ചും സിഗരറ്റ് കുറ്റി കുത്തി പൊള്ളിച്ചും വിറക് കോലിനടിച്ചും പീഡിപ്പിച്ചു. ഏറെ വിവാദമായ കേസിൽ അക്കാലത്ത് ആലുവ ഡിവൈഎസ്പി ആയിരുന്ന ആർ സലീം, CI പ്രഫുല്ലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത്. ആദ്യം എറണാകുളം സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിച്ചതെങ്കിലും 2-ാം പ്രതി എറണാകുളത്തെ കോടതികളിൽ അഭിഭാഷകനായതിനാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ പോക്സോ കോടതിയിലേക്ക് മാറ്റി. സംഭവം നടന്ന് 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേസിൽ വിധി പറഞ്ഞത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി G. മഹേഷാണ് വിധി പറഞ്ഞത്. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.